ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ ഇന്നൊരു അടിപൊളി ലഞ്ച് സ്പോട്ടിലേക്ക് വന്നിരിക്കുന്നത് നമ്മളുടെ ഈ ഒരു മലമ്പുഴ റോഡിലത്തെ അവരുടെ മീൻ ചട്ടിയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മിക്ക ദിവസവും മീൻ ചട്ടിയിൽ നിന്ന് ഞാൻ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് ഞാൻ ലഞ്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു ലൊക്കേഷൻ പുതിയതായിട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നതാണ് ഇവരുടെ ഈ ഒരു മീൻ ചട്ടി. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് ഇവരുടെ ഫുഡും കാര്യങ്ങളും എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, എന്തൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഇവിടെ ഈ ഒരു ഔട്ടിംഗ് എല്ലാം സൂപ്പറായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോം സ്റ്റേസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളിൽ പോയിട്ട് എന്തൊക്കെ മീൻ ഐറ്റംസ് ഈ ഒരു മീൻ ചട്ടിയിലുണ്ട് നമുക്ക് നോക്കാം. ഏതൊക്കെയുള്ള വരാല് എന്താ വേണ്ട ഏതാ വേണ്ട പറഞ്ഞോടാ ഏതാ വേണ്ട. ഇത് കരിമീനല്ലേ? കരിമീൻ എങ്ങനെ നിങ്ങൾ ഫ്രൈ ആണോ അതോ? ഫ്രൈ ആണ്. അതെല്ലേ. കരിമീൻ ഒന്ന് മുള്ളു കുറവാണോ അതിൽ? ഓക്കെ, കരിമീൻ ഉണ്ട്. പ്രോൺസ് ഉണ്ടോ? ഇത് ഈ മീൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല? ചിക്കൻ കറി. ആ, ചിക്കൻ ഡ്രൈ എന്താ ഉള്ളത്? ഡ്രൈ ആയിട്ടൊന്നുമില്ല. കറിയും റോസ്റ്റേ ഉള്ളൂ. ശരി. നമുക്ക് വേറെ മീൻ എടുക്കാം. ഒന്ന് മതിയോ? അതൊന്ന് വേറെ ഏതെങ്കിലും ചെറുതെന്നെങ്കിൽ മുറിക്കാൻ പറ്റുമോ ഇതിനെ? അല്ല ഇതല്ല, ഇതൊന്നും എടുത്തോളൂ. വേറെ ചെമ്പല്ലി ഏതാ? കൊഴുവ പറഞ്ഞാൽ കുട്ടി കുട്ടി മീൻ ആണോ? മീൻ മുട്ടയിട്ടോ? ഇത് ചെമ്പല്ലി ഉണ്ടോ? ചെമ്പല്ലി ഇതെടുത്തോളൂ, ബാക്കി ഞാൻ പറയാം. അപ്പോൾ അവർ ആ ഡിസ്പ്ലേ ചെയ്ത മീൻ ഐറ്റംസൊക്കെ ഞാനതിൽ കരിമീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കരിമീനൊക്കെ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മുമ്പ് ഇവരുടെ ഈ ഔട്ടിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇലയിൽ അവരുടെ ഈ ഒരു പിക്കിളും അവർ സദ്യയിൽ വിളമ്പുന്ന ഒരു വിധത്തെ എല്ലാ കൂട്ടുകറികളും കാര്യങ്ങളൊക്കെ അവർ ഈ ഒരു ഇലയിൽ വിളമ്പുണ്ട്. ഇത് നാരങ്ങ അച്ചാറുണ്ട്, അവിയലുണ്ട്, ബീട്രൂട്ട് ഉണ്ട്, പിന്നെ ഒരു കുമ്പളങ്ങയുടെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ പയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഉപ്പേരി, പായസം, പിന്നെ മീൻ കറി. ഇതാണ് നമ്മളുടെ കരിമീൻ. അപ്പോൾ ഈ ഒരു കരിമീനും ചോറും പിന്നെ പപ്പടവും ഉണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഈ ഒരു ഇലയിൽ അവർ വിളമ്പണ്. റൈസ് വൈസും നമുക്ക് വൈറ്റ് റൈസും ഉണ്ട്, മോട്ട റൈസും ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു റൈസ് നമുക്ക് ചൂസ് ചെയ്യാം. മീൻ കറി നന്നായിരുന്നു. ഇവർ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച മീൻ കറിയല്ല, കുറച്ച് ആ ഒരു നാടൻ സ്റ്റൈൽ മീൻ കറി പ്ലസ് ഈ ഒരു കരിമീൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്ലേവർഫുൾ കരിമീൻ നല്ല രീതിയിൽ അവർ ആ ഒരു ഫ്രൈ ചെയ്തിട്ടും പ്രോപ്പർ പീസ് നല്ല ഫ്രഷ് ഐറ്റമായിരുന്നു ഇവർ ഈ ഒരു കരിമീൻ. എന്തായാലും നമ്മൾ മലമ്പുഴ സൈഡിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് ഇവർ ഫിഷസ് ഒക്കെ ഫ്രഷ് ആയിരിക്കുന്നത് എനിക്ക് നല്ല ആ ഒരു തിങ്കിങ് ഉണ്ട്. പിന്നെ നമ്മൾ ഒരു ഫിഷും കൂടി വാങ്ങിച്ചു. ഇവരുടെ മാന്തൽ നമ്മൾ ട്രൈ ചെയ്തു. മാന്തലൊക്കെ സൂപ്പർ ഫ്രഷും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ പറഞ്ഞ് വിത്തിൻ ഒരു 10 to 12 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഏത് മീനാണോ വേണ്ടത് ഒരു 10 to 12 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ അവരത് ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ ടേബിളിലേക്ക് അത് എത്തിക്കും. ബിക്കോസ് എനിക്ക് തോന്നുന്ന എല്ലാ മീനുകളും അവർ മാരിനേറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡിസ്പ്ലേൻ്റെ ആ ഒരു ടേബിളിൽ നമ്മൾ പറയുന്ന മീൻ ഓൺ സ്പോട്ടിൽ തന്നെ ഒരു 10 to 12 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ അവരത് ഫ്രൈ ചെയ്ത് നമ്മുടെ ടേബിളിലേക്ക് എത്തും. ഒരു സൺഡേ ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഒരു ലഞ്ചിന് വേണ്ടിയിട്ടുള്ളൊരു ബെസ്റ്റ് സ്പോട്ട്, മീൻ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു ബെസ്റ്റ് സ്പോട്ടാണ് മീൻ ചട്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എനിക്ക് ഫിഷ് ഫ്രൈ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സദ്യയല്ല, ഐ മീൻ ലൈക്ക് ഈ ചോറും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവർ അവസാനം ഒരു പായസം ഉണ്ടായിരുന്നു. ആ പായസവും കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ബില്ല് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 1270 ആണ്. റേറ്റ് വൈസ് മീനിൽ മാന്തലിന് ഓൾമോസ്റ്റ് 350 റുപ്പീസിനും കരിമീനിനും ഓൾമോസ്റ്റ് 530 റുപ്പീസാണ്. എല്ലാവിടെയും പോയാലും ഒരുവിധം ആ റേറ്റ് ആയിരിക്കുന്നു വിചാരിക്കുന്നു. പക്ഷേ എനിക്ക് ഫുഡ് ഇവിടുത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഇവർ ഈ ഒരു മീൻ ചട്ടിയുടെ ഈ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് പാലക്കാട് മലമ്പുഴ റോട്ടിൻ്റെ അവിടെ നിങ്ങൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം. അൺടിൽ ദെൻ ഒരു വീഡിയോ വരുന്നത് വിത്ത് ലവ്, വിഷ് ന്യൂ ബൈറ്റ്സ്.